ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനി യുജിൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമാണ്. ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ കൈകളിലും കാലുകളിലും ഒക്കെ അപ്ലൈ ചെയ്യാം. സ്കിൻ വൈറ്റനിങ്ങിന് മാത്രമല്ല, നമ്മുടെ സ്കിന്നിലുള്ള ഡ്രൈനെസ് വരൾച്ച അകറ്റാൻ കൂടി നല്ലതാണ്. അപ്പോൾ എത്ര ഡാർക്കായിട്ടുള്ള നിറമുള്ള ആൾക്കാർക്കും നമ്മുടെ കളർ ഷെയ്ഡ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കാനായിട്ട് 2 ഷെയ്ഡ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ ഇത്. ഈ ഒരു ക്രീം തയ്യാറാക്കി ഉപയോഗിക്കുന്നതിലൂടെ ഒരുപാട് ബ്യൂട്ടി ക്രീമുകളിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതുമാണ് കേട്ടോ. അതായത് വലിയ വില കൊടുത്ത് വാങ്ങുന്ന ക്രീമുകളിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ അലോവേര ജെല്ലാണ് വേണ്ടത്. അടുത്തായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ഒലിവ് ഓയിലാണ് കേട്ടോ. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ബദാം ഓയിൽ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കടലമാവോ കസ്തൂരി മഞ്ഞളോ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കറ്റാർവാഴ ജെല്ല് നമ്മളിതിൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ധാരാളം വൈറ്റമിൻസും പോഷകങ്ങളും ഒക്കെ ഉണ്ട്. ചർമ്മത്തിലെ ഡാർക്ക് സ്പോട്ടുകൾ അകറ്റാനായിട്ട്, കറുപ്പ് നിറം അകറ്റാനായിട്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെ വരൾച്ച അകറ്റാനും സ്കിന്ന് സോഫ്റ്റ് ആകാനായിട്ടും നമ്മൾ കറ്റാർവാഴ അത് മാത്രമായിട്ടും ഉപയോഗിക്കുന്നതാണ് അല്ലേ. പിന്നെ ഗ്ലിസറിൻ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് ഒരുപാട് ഏജ്ഡായിട്ട് തോന്നിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അകറ്റാനായിട്ട് വളരെ നല്ലതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഗ്ലിസറിൻ മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. ഇതുപോലെ നമ്മൾ ക്രീമുകളിലൊക്കെ ചേർത്തിട്ട് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എല്ലാവർക്കും ഗ്ലിസറിൻ മാത്രമായിട്ട് ഉപയോഗിച്ചാൽ പിടിക്കണമെന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ പാടുകൾ അകറ്റാനായിട്ടും സ്കിന്ന് നല്ല ക്ലിയർ ആയി വരാനായിട്ടും ഒക്കെ ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള പാക്കുകൾ, ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു ലൈക്കും ചെയ്യണേ. പിന്നെ നമ്മുടെ ചർമ്മം വരണ്ട് പോകാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒലിവ് ഓയിൽ കേട്ടോ. അപ്പോൾ ഒലിവ് ഓയിൽ മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും കണ്ണുകളുടെ താഴെയൊക്കെ വീക്കമുള്ളവർക്ക് നമുക്ക് ഒലിവ് ഓയിൽ ഒരല്പം ഒരു വിരലിൽ തൊട്ടിട്ട് നമുക്ക് കണ്ണുകളുടെ താഴെ സോഫ്റ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് പതിവായിട്ട് ചെയ്യുന്നത് കണ്ണുകളുടെ താഴെയുള്ള വീക്കം മാറാനും ആ കറുപ്പ് നിറം കുറഞ്ഞു വരാനായിട്ടും സഹായിക്കും. അപ്പോൾ അതേ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീം പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അല്ലേ. ഇത് നമുക്ക് കൈകളിൽ അപ്ലൈ ചെയ്ത് ഒരു ക്രീമായിട്ട്, അല്ലെങ്കിൽ കൈകളിലും മുഖത്തും അതേപോലെ കാലുകളിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ അപ്ലൈ ചെയ്ത് ഒരു പാക്കായിട്ട് യൂസ് ചെയ്യാം. അല്ല ഒരു ക്രീമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ സാധാരണ മഞ്ഞളാണ്. നമ്മൾ കടലമാവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു പാക്കായിട്ട് കരുതിയിട്ട് അത് നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയേണ്ടതാണ്. ആ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്രീമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓവർനൈറ്റ് നമുക്കിത് വെച്ചിട്ട് രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഒരു നൈറ്റ് ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ല റിസൾട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.